2023 പുറത്തിറങ്ങിയ ലാസ്റ്റ് ഓഫ് അസ് എന്ന സീരീസിന്റെ സീസൺ 1 മൂന്നാമത്തെ എപ്പിസോഡ് വീഡിയോ ആണിത്. 1-2 എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം മാത്രം മൂന്നാമത്തെ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. സീരീസിന്റെ എപ്പിസോഡുകളുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ടെസ് മരിച്ച സങ്കടത്തിൽ പുഴയുടെ അടുത്ത് ഇരിക്കുന്ന ജോയലിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിനിടെ അവൻ എല്ലിയുടെ അടുത്തേക്ക് ചെല്ലുകയും അവൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ടെസ് മരിച്ചതിൽ എല്ലിക്കും സങ്കടമുണ്ട്. എന്നാൽ ഇതിനിടെ ഞാൻ കാട്ടിലൊക്കെ ആദ്യമായിട്ടാണ് എന്നൊക്കെ എല്ലി പറയുകയും ഇതിനിടെ ടെസ് മരിച്ചതിൽ എനിക്കും സങ്കടമുണ്ട് എന്ന് എല്ലി പറയുമ്പോൾ അതോടെ ജോയൽ അവളെ നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഞാൻ കാരണമാവും? എന്നെ ഫയർഫ്ലൈസിന്റെ അടുത്തെത്തിക്കാൻ ആരും നിങ്ങളെ നിർബന്ധിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വണ്ടിയുടെ ബാറ്ററിക്ക് വേണ്ടിയോ വന്നതല്ലേ, അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് എല്ലി പറയുമ്പോൾ ജോയൽ അതിനെ സമ്മതിക്കുകയും പറഞ്ഞു പോയതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ശേഷം അവർ ടെസ് പറഞ്ഞ ബില്ലിന്റെയും ഫ്രാങ്ക്ലിന്റെയും അടുത്തേക്ക് പോവാൻ റെഡിയാവുകയും അങ്ങനെ നടന്നു പോവാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഒരുപാട് നടക്കുകയും റോട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു. ശേഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലി നിങ്ങൾ ഇതിനു മുന്നേ ഇതിലൂടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും അതോടെ ഒരുപാടൊന്നും വന്നിട്ടില്ല, 2-3 തവണ വന്നിട്ടുണ്ടെന്നൊക്കെ ജോയൽ പറയുകയും ഇതിനിടെ ബില്ലും ഫ്രാങ്കും നല്ല ആൾക്കാരാണോ എന്നൊക്കെ എല്ലി ചോദിക്കുമ്പോൾ അതേ എന്ന് ജോയൽ പറയുകയും അങ്ങനെ അവർ മുന്നോട്ട് നടന്നു പോവുകയും ചെയ്യുന്നു. ഇതിനിടെ എല്ലി ജോയലിന്റെ കയ്യിൽ എക്സ്ട്രാ തോക്ക് കാണുകയും ഒരു സേഫ്റ്റിക്ക് വേണ്ടി എനിക്ക് തരുമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും തരില്ല എന്ന് ജോയൽ പറയുകയും ശേഷം മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹോട്ടൽ കാണുകയും അതോടെ അതിന്റെ ഉള്ളിൽ ഫുഡോ മറ്റോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറുകയും ഇതിനിടെ ജോയൽ അവിടെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലി നടന്ന് ഹോട്ടലിന്റെ വേറെ ഒരു മുറിയിലേക്ക് നടന്നു പോവുകയും ഇതിനിടെ അവൾ താഴേക്ക് ഇറങ്ങാനുള്ള ഒരു മുറി കാണുന്നതോടെ താഴേക്ക് അവൾ ടോർച്ചൊക്കെ അടിച്ച് ഇറങ്ങുകയും ശേഷം തിരിച്ചു കയറാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് നടക്കുകയും ഇതിനിടെ അവൾക്ക് ഓരോ സാധനമൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനിടെ തൊട്ടടുത്ത് നിന്ന് സോംബിയുടെ ശബ്ദം കേൾക്കുകയും അതോടെ അവൾ പതിയെ ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ സോംബിയുടെ മേലെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണത് കൊണ്ട് അതിന് അനങ്ങാൻ പറ്റുന്നില്ല. അതോടെ അവൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയും ശേഷം കത്തിയൊക്കെ എടുത്ത് അതിനെ മുറിച്ചു നോക്കുകയും ഇതിനിടെ അവൾ ഒന്നും ചിന്തിക്കാതെ അതിനെ കുത്തി അങ്ങ് കൊല്ലുന്നു. അതോടെ എന്തോ സൗണ്ട് കേട്ട് ജോയൽ എല്ലിയെ വിളിച്ചു നോക്കുകയും ഇതിനിടെ അവൾ ഓടി അങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നു. ശേഷം അവൾ കിട്ടിയ സാധനമൊക്കെ ബാഗിൽ എടുത്തു വെക്കുമ്പോൾ ജോയൽ ബുള്ളറ്റ് തീർന്ന ഗണ്ണ് അവിടെ ഒളിപ്പിക്കുകയും ഇതിനിടെ ബുള്ളറ്റ് തീർന്നാൽ കളഞ്ഞാ പോരെ എന്ന് എല്ലി ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് ജോയൽ പറയുകയും ശേഷം അവർ അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ശേഷം അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് വീണ് പൊട്ടിയത് കാണുകയും നിങ്ങൾ ഇതിൽ കയറിയിട്ടുണ്ടോ എന്നൊക്കെ എല്ലി ചോദിക്കുമ്പോൾ അതേ എന്ന് ജോയൽ പറയുകയും നിങ്ങളൊക്കെ ഒരുപാട് ഭാഗ്യമുള്ളവനാണ് എന്നൊക്കെ എല്ലി പറയുമ്പോൾ അപ്പൊ കയറുമ്പോൾ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ജോയൽ പറയുകയും അതോടെ അവർ വീണ്ടും നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് വൈറസ് ഉണ്ടായതെന്ന് എല്ലി ചോദിക്കുകയും ഇതിനിടെ ജോയൽ ഞാൻ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ കേട്ടത് ഈ ഫംഗസ് ഫുഡിലേക്ക് കയറി അത് മനുഷ്യൻ കഴിച്ചാണ് വൈറസ് ഉണ്ടായതെന്ന് ജോയൽ പറയുകയും അതോടെ അവൾ ഒറ്റ ദിവസം കൊണ്ട് ഫംഗസ് പടർന്ന് എല്ലാം കുഴപ്പത്തിലായോ എന്നൊക്കെ എല്ലി ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയും ഒരു ദിവസം രോഗം ഏകദേശം എല്ലാവർക്കും പിടിപെട്ടു, പിറ്റേന്ന് ആവുമ്പോഴേക്ക് എല്ലാം കയ്യിന്ന് പോയെന്ന് ജോയൽ പറയുകയും ശേഷം ഒരു സ്ഥലത്ത് എത്തിയതും ഇവിടുന്ന് നമുക്ക് കാട്ടിലൂടെ പോവാം, റോഡിലൂടെ വേണ്ട എന്ന് ജോയൽ പറയുമ്പോൾ അതെന്താണെന്ന് എല്ലി ചോദിക്കുകയും അതോടെ കുറച്ച് കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ ഇതിലൂടെ പോയാൽ കാണുമെന്ന് ജോയൽ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് എല്ലി ജോയൽ പറയുന്നത് കേൾക്കാതെ മുന്നോട്ട് നടക്കുകയും ഇതിനിടെ അവൾ നോക്കുമ്പോൾ ഒരുപാട് അസ്ഥികൂടങ്ങൾ അവിടെ കിടക്കുന്നതായി കാണുകയും അതോടെ ഇതെന്താണെന്ന് എല്ലി ചോദിക്കുമ്പോൾ ഇത് രോഗം ബാധിച്ച് ഒരാഴ്ചക്ക് ശേഷം ഫെഡ്ര പട്ടാളം ഓരോ ചെറിയ വില്ലകളിലും പോയി എല്ലാവരും വീടൊഴിപ്പിച്ച് സുരക്ഷിത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു. കാരണം ഫെഡ്ര പട്ടാളത്തിന്റെ കീഴിൽ അവർക്കൂടെ ജീവിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നില്ല എന്ന് ജോയൽ പറയുകയും അതോടെ സ്ഥലമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് കൊല്ലുന്നത് എന്നൊക്കെ എല്ലി പറയുമ്പോൾ ഇവരും രോഗബാധിതരായാൽ സോംബികളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് കരുതി അവരെ മുൻകൂട്ടി ഇവരെ കൊന്നുകളഞ്ഞു എന്ന് ജോയൽ പറയുന്നു. ശേഷം അത് കണ്ട സങ്കടത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. ശേഷം കാണിക്കുന്നത് 2003 ഫംഗസ് പടരാൻ തുടങ്ങിയ കാലം. ആ സമയത്ത് പട്ടാളക്കാർ ഓരോ വില്ലകളും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വരാൻ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകും. എന്നാൽ ഇതൊക്കെ വീടിന്റെ ബേസ്മെന്റിൽ ഇരുന്ന് ബില്ല് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബില്ലിന് പോവാൻ തീരെ താല്പര്യമില്ല, അവന് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം. ശേഷം പട്ടാളക്കാർ എല്ലാവരും ഒഴിപ്പിച്ച് അവിടെ നിന്നും പോവുകയും അതോടെ ബിൽ ഗണ്ണൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയും എല്ലാവരും പോയെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇതാണ് ടെസിന്റെ ഫ്രണ്ട് ബിൽ. വേറെ ഒരുത്തനും കൂടിയുണ്ട്, ഫ്രാങ്ക്. അവൻ കഥയിൽ ഉടനെ വന്നോളൂ. ശേഷം ബിൽ അവിടെയുള്ള വീട്ടിലൊക്കെ കയറി അവന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുകയും ശേഷം പെട്രോളൊക്കെ ഫ്രീ ആയതുകൊണ്ട് എല്ലാ ക്യാനിലേക്കും നടക്കുകയും ശേഷം അവിടെ നിന്ന് നേരെ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അതോടെ അവൻ അവിടെ നിന്നും അവന് വേണ്ടതെല്ലാം എടുക്കുകയും ശേഷം അവൻ അവന് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവെക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ഇലക്ട്രിസിറ്റി കട്ടാവുകയും അതോടെ അവൻ ജനറേറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയും ശേഷം വീടിന്റെ പുറത്ത് മുഴുവൻ വേലി കെട്ടി കുഴിയൊക്കെ കുഴിച്ച് ട്രാപ്പ് സെറ്റ് ചെയ്ത് വെക്കുകയും സന്തോഷത്തോടെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എമർജൻസി അലാറം അടിക്കുകയും അതോടെ നോക്കുമ്പോൾ ഒരു സോംബി അവന്റെ വേലിക്കരികിലേക്ക് എത്തുകയും അതോടെ ട്രാപ്പിൽ കുടുങ്ങി വെടിയേറ്റ് ചത്തുപോകുന്നു. ശേഷം അവൻ പാസ്വേഡ് ഒക്കെയുള്ള ഓട്ടോമാറ്റിക് ഗേറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം
ശേഷം ഒരു ദിവസം ബിൽ എന്തോ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എമർജൻസി അലാറം അടിക്കുകയും അതോടെ സോംബി കുഴിയിൽ വീണത് കണ്ട് ബിൽ അതിനെ കൊല്ലാൻ പോവുകയും ഇതിനിടെ കുഴിയിലുള്ളയാൾ എനിക്ക് രോഗമൊന്നുമില്ല എന്ന് വിളിച്ചു പറയുകയും ഞാൻ ബോസ്റ്റണിലെ പട്ടാളക്കാരുടെ സ്ഥലത്തേക്ക് പോവാൻ നോക്കുമ്പോൾ ഇതിൽ വീണതാണെന്ന് പറയുമ്പോൾ ഒറ്റക്കാണോ നീ പോകുന്നതെന്ന് ബില്ല് ചോദിക്കുകയും അതോടെ എന്റെ കൂടെ കുറച്ചുപേരുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ രോഗം ബാധിച്ച് സോംബി ആയി എന്ന് പറയുകയും ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാണെന്ന് അവൻ പറയുമ്പോൾ ബില്ല് അവന് ഏണി ഇട്ട് കൊടുക്കുകയും ഇതിനിടെ അവൻ കയറുമ്പോൾ അവിടെ നിൽക്കുന്ന പറഞ്ഞ് അവന് രോഗമുണ്ടോ എന്ന് പരിശോധിക്കുകയും ഇതിനിടെ രോഗമില്ലാത്തത് കൊണ്ട് അവനെ മുകളിലേക്ക് കയറ്റുകയും ചെയ്യുന്നു. ശേഷം ബോസ്റ്റണിലേക്കുള്ള വഴി ബില്ല് അവന് പറഞ്ഞു കൊടുക്കുകയും ആ വഴി പൊയ്ക്കോ എന്നും പറയുമ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ഫുഡ് തരുമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ല പൊയ്ക്കോ എന്ന് പറയുകയും അതോടെ എന്റെ പേര് ഫ്രാങ്ക് ആണ്, ഇനി എന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ഫുഡ് മാത്രം തന്നാൽ മതിയെന്ന് ഫ്രാങ്ക് പറയുമ്പോൾ ഞാൻ നിനക്ക് ഫുഡ് തന്നാ പിന്നെ നീ പുറത്തുള്ളവരോട് പോയി ഇവിടെ ഫുഡ് ഉണ്ടെന്ന് പറയും, അതോടെ എല്ലാവരും ഇവിടേക്ക് വരുമെന്ന് പറയുമ്പോൾ ഞാനൊരു കുട്ടിയോടും പറയില്ല, എനിക്ക് കള്ളം പറയാൻ അറിയില്ല എന്നൊക്കെ ഫ്രാങ്ക് പറയുമ്പോൾ ബില്ലിന് എന്തോ അലിവ് തോന്നുകയും അതോടെ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവന് ഫുഡ് കൊടുക്കുകയും അതോടെ അവൻ കൊതിയോടെ ആക്രാന്തത്തോടെ ഭക്ഷണം കഴിക്കുകയും അതോടെ കഴിച്ചു കഴിയുകയും ചെയ്യുന്നു. ശേഷം ഫ്രാങ്ക് ഭക്ഷണം തന്നതിന് നന്ദിയൊക്കെ പറയുകയും അതോടെ നന്ദിയൊന്നും വേണ്ട എന്ന് ബില്ല് പറയുകയും സ്ഥലം വിട്ടോ എന്നും പറയുമ്പോൾ പോകുന്നതിന് മുന്നേ ഈ പിയാനോ ഒന്ന് വായിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഇതാരുടെയാണെന്നൊക്കെ ചോദിക്കുകയും അതെന്റെ അമ്മയുടേതാണെന്നൊക്കെ ബില്ല് പറയുമ്പോൾ ഫ്രാങ്ക് പിയാനോ അടിച്ച് പാട്ടുപാടി വെറുപ്പിക്കുകയും അതോടെ നീ മാറിക്കെന്ന് ബില്ല് പറയുകയും ഇതിനിടെ ഞാൻ പ്രൊഫഷണൽ സിംഗർ ഒന്നുമല്ല എന്ന് ഫ്രാങ്ക് പറയുമ്പോൾ കേട്ടപ്പോൾ മനസ്സിലായെന്ന് ബില്ല് പറയുകയും ഞാൻ പാടാമെന്ന് പറഞ്ഞ് ബില്ല് പാടാൻ തുടങ്ങുകയും ചെയ്യുന്നു. ബില്ല് നല്ലൊരു പാട്ടാണ് ഇവിടെ പാടുന്നത്. അങ്ങനെ ബിൽ പാട്ട് പാടുമ്പോൾ അമ്മയെ ഓർക്കുകയും അവന് സങ്കടമാവുകയും ചെയ്യുന്നു. അതോടെ ഫ്രാങ്ക് അവനെ ആശ്വസിപ്പിക്കുകയും അവർ ഒരുപാട് അടുക്കുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് 3 വർഷത്തിന് ശേഷം ഫ്രാങ്ക് ബില്ലിനോട് പിണങ്ങിപ്പോകുന്നതാണ്. ഇവരിങ്ങനെ തർക്കിക്കാൻ കാരണം ഫ്രാങ്കിനെ പുറത്തുള്ള കുറച്ചുപേരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. പക്ഷെ ബില്ലിനാണെങ്കിൽ അതിന് പേടിയാണ്. കാരണം ഫുഡിന് വേണ്ടി കൊന്നുവരെ കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നൊക്കെ ബില്ല് അവനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ ഞാൻ റേഡിയോ വഴി ഒരു പെണ്ണിനെ പരിചയപ്പെട്ടിട്ടുണ്ട്, അവരാണെങ്കിൽ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരാമെന്നും ഏറ്റിട്ടുണ്ട്, അവരെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് സ്വാഗതം ചെയ്യണം, അതിന് നമ്മൾ വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കണമെന്നൊക്കെ ഫ്രാങ്ക് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ ബില്ല് അതിന് സമ്മതിക്കുന്നു. ശേഷം കാണിക്കുന്നത് ഗസ്റ്റ് വന്നിരിക്കുന്നതാണ്. ഗസ്റ്റ് ജോയലും ടെസ്സുമാണ്. അങ്ങനെ ഫ്രാങ്ക് അവരെ നല്ലപോലെ നോക്കി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ ബില്ലിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ബില്ല് സേഫ്റ്റിക്ക് വേണ്ടി ഗണ്ണൊക്കെ എടുത്തുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടെ ഇതൊക്കെ കണ്ട് ജോയലിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഇതിനിടെ ടെസ് അവരോട് ഇത്രയും നല്ല വിരുന്നൊരുക്കിയതിന് നന്ദി എന്നൊക്കെ പറയുമ്പോൾ ഫ്രാങ്ക് അവളെ വീടൊക്കെ കാണിച്ചു കൊടുക്കാൻ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതോടെ ജോയൽ അയാളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം, അതിപ്പോ ഞാനാണെങ്കിലും എന്റെ ഏരിയയിലേക്ക് ആരെങ്കിലും വന്നാൽ അറിയാത്തവരെ വീട്ടിലേക്ക് കയറ്റാൻ എനിക്കും ഇഷ്ടമില്ല എന്ന് ജോയൽ പറയുകയും ഇതിനിടെ ജോയൽ നിങ്ങൾ ഭാഗ്യവാനാണ്, കാരണം നിങ്ങൾ ഞങ്ങളെയാണ് ഉള്ളിലേക്ക് കയറ്റിയത് എന്നൊക്കെ ജോയൽ പറയുമ്പോൾ ഞാൻ അത്രയും ഭാഗ്യം ചെയ്തവനാണോ എന്നൊക്കെ ബില്ല് പറയുകയും ഇതിനിടെ ജോയൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് പരസ്പരം ഇല്ലാത്ത സാധനങ്ങൾ കൈമാറി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാമെന്ന് ജോയൽ പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്, ഇനിയിപ്പോ നിങ്ങളൊക്കെ കൂടി ബുദ്ധിമുട്ടിക്കാതിരുന്നാ മതിയെന്ന് ബില്ല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോയൽ അതൊന്നും കേൾക്കാതെ നിങ്ങളുടെ ഈ വേലി ഇപ്പൊ തന്നെ തുരുമ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇതിപ്പോ കൂടിപ്പോയ 1 വർഷം കൂടിയേ നിൽക്കൂ, അതുകൊണ്ട് ഇത് ചുറ്റാനുള്ള മുഴുവൻ അലൂമിനിയം കമ്പികൾ ഞാൻ തരാമെന്ന് ജോയൽ പറയുകയും അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഒന്നും പറ്റാതെ നിൽക്കുമെന്ന് പറയുകയും അതിന് പകരമായിട്ട് എനിക്ക് എന്തെങ്കിലും തന്നാ മതിയെന്ന് ജോയൽ പറയുന്നു. ശേഷം അവർ പോവാനിറങ്ങുമ്പോൾ ഫ്രാങ്ക് ഒരു തോക്കിന് പകരം സ്ട്രോബെറി വിത്ത് ടെസ്സിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. എന്നാൽ ഇതിനിടെ ജോയൽ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുകയും കൊള്ളക്കാര് ഇങ്ങനത്തെ സ്ഥലം കണ്ടാൽ രാത്രി വന്ന് കൊള്ളയടിക്കാൻ നോക്കുമെന്ന് ജോയൽ പറയുകയും അവിടെ നിന്നും പോവുകയും ചെയ്യും. ശേഷം കാണിക്കുന്നത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. വർഷം 2013. അങ്ങനെ ഒരു ദിവസം ബില്ലും ഫ്രാങ്കും ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാങ്ക് ബില്ലിനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഇതിനിടെ ഒരുപാട് സ്ട്രോബെറി കണ്ട് ഇതെവിടെ നിന്നാണ് കിട്ടിയതെന്ന് ബില്ല് ചോദിക്കുമ്പോൾ ഞാനിത് ടെസ്സിന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് കൊടുത്ത് പകരം മേടിച്ചതാണെന്ന് ഫ്രാങ്ക് പറയുകയും അതോടെ ബില്ലിന് ദേഷ്യം പിടിക്കുകയും ഇതിനിടെ സ്ട്രോബെറി കഴിക്കുന്നതോടെ ദേഷ്യം മുഴുവനും അലിഞ്ഞു പോവുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ഒരു മഴയുള്ള രാത്രി കൊള്ളക്കാര് വേലി കടക്കാൻ ശ്രമിക്കുകയും എന്നാൽ ഇതിനിടെ ഒരുത്തൻ ട്രാപ്പിൽ കുരുങ്ങി തീ കത്തിപ്പോകുന്ന സൗണ്ടൊക്കെ കേട്ടാണ് ഫ്രാങ്ക് ഉറക്കത്തിൽ നിന്നും എണീക്കുന്നത്. അതോടെ ഫ്രാങ്ക് നോക്കുമ്പോൾ ബിൽ റൂമിലില്ല. അതോടെ ഫ്രാങ്ക് എണ്ണൊക്കെ എടുത്ത് പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ബിൽ അവരെയൊക്കെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ബില്ല് ഫ്രാങ്കിനെ കണ്ടതും ഉള്ളിലേക്ക് പോടാ എന്നൊക്കെ പറയുമ്പോൾ ബില്ലിന് വെടിയേൽക്കുകയും അതോടെ ഫ്രാങ്ക് അവനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ ഇതിനിടെ കൊള്ളക്കാർ ബില്ല് വെച്ച ട്രാപ്പിൽ വീഴുകയും ചെയ്യുന്നുണ്ട്. അതോടെ ഫ്രാങ്ക് ബില്ലിനെ ടേബിളിൽ കിടത്തി ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിൽ ഞാൻ മരിക്കുകയാണെന്നൊക്കെ പറയുകയും നിനക്ക് വേണ്ടതെല്ലാം ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ നീ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കരുത്, നീ ജോയലിനെയും ടെസ്സിനെയും വിളിച്ചു വരുത്തണമെന്നൊക്കെ അവൻ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നീ ഉണ്ടാകും കൂടെ എന്ന് ഫ്രാങ്ക് പറയുകയും ഇതിനിടെ കൊള്ളക്കാര് മുഴുവനും ട്രാപ്പിൽ കുരുങ്ങി ചത്തുപോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. വർഷം 2023. ഇപ്പോ ബില്ലും ഫ്രാങ്കും വയസ്സായിരിക്കുകയാണ്. ഇതിനിടെ ഫ്രാങ്ക് ആണെങ്കിൽ ഇപ്പോ വീൽ ചെയറിലാണ്. ഫ്രാങ്കിന് ഇപ്പൊ ഒരു കാര്യവും സ്വന്തമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. ശേഷം ഒരു ദിവസം ബില്ല് ഉറക്കമെണീച്ചതും ഇന്നെന്റെ ലാസ്റ്റ് ദിവസമാണെന്ന് ഫ്രാങ്ക് പറയുകയും അതോടെ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ബില്ല് ചോദിക്കുമ്പോൾ എടാ എനിക്കിനി വയ്യ, എനിക്കിപ്പോ ഒന്ന് കൈവെക്കാൻ പോലും പറ്റുന്നില്ല, അതുകൊണ്ട് നീ ഈ പൊടി എനിക്ക്
നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അതും കഴിച്ചു കഴിഞ്ഞ് ഇതൊരു വൈനിൽ ചേർത്ത് തരണം എന്ന് ഫ്രാങ്ക് നിർബന്ധിച്ചു പറയുകയും അതോടെ കരഞ്ഞുകൊണ്ട് ബിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ശേഷം ബിൽ അവന് വേണ്ടി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അവർ രണ്ടുപേരും കഴിക്കുകയും പിന്നീട് വൈൻ ഒഴിച്ച് രണ്ടുപേരും കുടിക്കുകയും ചെയ്യുന്നു. ശേഷം നീ എന്തായാലും മരിക്കുവല്ലടാ, അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ തന്നെ മരിക്കാൻ വേണ്ടി എന്റേലും വിഷം ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മരിക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജോയൽ എല്ലിയേയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നതാണ്. ശേഷം ജോയൽ പാസ്വേഡ് ഒക്കെ അടിച്ച് ഉള്ളിലേക്ക് കയറുകയും വീട്ടിൽ പോയി ഫ്രാങ്കിനെ ബില്ലിനെയും വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല. അതോടെ ജോയൽ എവിടെയും പോവരുതെന്ന് എല്ലിയോട് പറഞ്ഞ് അവൻ വീട് മുഴുവൻ അവരെ തപ്പുകയും ഇതിനിടെ എല്ലിക്ക് ഒരു കത്ത് കിട്ടുകയും അതോടെ അവൾ ജോയലിനെ വിളിച്ചു വരുത്തുകയും അത് വായിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ജോയൽ, നീ കത്ത് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ബെഡ്റൂമിലേക്ക് വരരുത്, കാരണം ഞങ്ങൾ അതിലാണ് മരിച്ചെടുക്കുന്നത്. പിന്നെ വീടിന്റെ അകത്ത് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. സ്മെല്ലൊക്കെ പോവാൻ വേണ്ടി ഞാൻ ജനാല തുറന്നിട്ടാണ് മരിച്ചതെന്നും ബിൽ അതിൽ എഴുതിയിട്ടുണ്ട്. ശേഷം നീ എന്റെ അത്ര വലിയ ഫ്രണ്ട് ഒന്നുമല്ല, പക്ഷേ എനിക്കാകെയുള്ള ഫ്രണ്ട് നീ ആയിരുന്നു എന്ന് ബില്ല് പറയുകയും നിനക്ക് ഇവിടെ നിന്ന് എന്ത് വേണേലും എടുക്കാം, പിന്നെ നീ ടെസ്സിനെ നല്ലപോലെ നോക്കണമെന്നൊക്കെ അതിൽ എഴുതിയത് എല്ലി വായിക്കുകയും അതോടെ ജോയൽ സങ്കടപ്പെട്ട് പുറത്തേക്ക് പോകുന്നു. ശേഷം ബില്ലിന്റെ വണ്ടിയൊക്കെ ഒന്ന് നോക്കി വീണ്ടും എല്ലിയുടെ കൈ ഒന്ന് നോക്കുകയും അവൾക്ക് രോഗം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ശേഷം ഞാൻ എല്ലാത്തിനും കൂടെ ഇറങ്ങിത്തിരിച്ചത് എന്റെ അനിയൻ ടോമിയെ കണ്ടുപിടിക്കാനാണ്, അവരും ഒരു ഫയർഫ്ലൈസ് ആയിരുന്നു എന്നൊക്കെ ജോയൽ പറയുകയും അവനെ കണ്ടുപിടിച്ചാൽ അവനറിയായിരിക്കും മെർലിൻ പറഞ്ഞ ലാബിലേക്കുള്ള വഴി എന്ന് ജോയൽ പറയുകയും ശേഷം നമുക്ക് വേണ്ടതെല്ലാം എടുത്ത് ഇവിടെ നിന്നും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് ബില്ലിന്റെ ഗൺസ് ഒക്കെയുള്ള ബേസ്മെന്റിലേക്ക് ചെല്ലുകയും എന്നാൽ ഇതിനിടെ അവിടെയുള്ള ഗണ്ണൊക്കെ കണ്ട് എല്ലി ഞെട്ടിപ്പോകുന്നുണ്ട്. ശേഷം അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളും എല്ലാം അവിടെ നിന്ന് എടുക്കുകയും ശേഷം ഇവിടെ വെള്ളമുണ്ട്, അതുകൊണ്ട് എനിക്ക് കുളിക്കണമെന്ന് എല്ലി പറയുകയും ഇതിനിടെ നിങ്ങളും ഒന്ന് കുളിച്ചോ, നാറ്റം കൊണ്ട് അടുത്തു വരാൻ പറ്റുന്നില്ല എന്ന് എല്ലി പറയുന്നു. ശേഷം അവർ റെഡിയായി വണ്ടിയിലേക്ക് കയറുകയും ഇതിനിടെ എല്ലിയുടെ സന്തോഷം കണ്ട് നീ ആദ്യമായിട്ടാണോ കാറിൽ കയറുന്നത് എന്ന് ജോയൽ ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയുകയും അതോടെ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുമ്പോൾ അവൾക്ക് അതെന്താണെന്ന് അറിയില്ല. അതോടെ ജോയൽ അവൾക്ക് അത് ഇട്ടുകൊടുക്കുകയും ശേഷം അവർ ഗേറ്റ് ഒക്കെ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക. അപ്പോൾ നാലാമത്തെ എപ്പിസോഡുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ആരൻ.